സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പല മേഖലകളെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോട് നിന്ന് ഗൂഗിൾ പങ്കുവെക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ദുരിതത്തിലാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ വൃക്ക രോഗികളെ കൂടിയാണ്. വൃക്ക രോഗികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച സമാശ്വാസ പെൻഷൻ മുടങ്ങിയിട്ട് വർഷങ്ങളാകുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോഴും ഇത്തരം ആവശ്യങ്ങൾ കണ്ടില്ല എന്നടിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പല മേഖലകളിലും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ബാധിക്കുമ്പോൾ ഇത്തരം രോഗികൾ, നിർധനരായ രോഗികളെ കൂടി അത് രൂക്ഷമായി ബാധിക്കുന്നവർക്ക് കൈത്താങ്ങാവേണ്ട സംസ്ഥാന സർക്കാർ പക്ഷേ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഈ വൃക്കരോഗികൾ പോലെയുള്ള സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഇത്തരം കൈത്താങ്ങുകൾ നിലച്ചിട്ട് വർഷങ്ങളാകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന കാരണം പറയുമ്പോഴും മറ്റു പല ദൂരത്തിനും സർക്കാർ പണം ചിലവഴിക്കുന്നുണ്ട്. ഗൂഗിൾ, ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വന്നിരുന്ന ഒരു പദ്ധതിയാണ് ഈ സമാശ്വാസം പദ്ധതി. ഈ പ്രധാനപ്പെട്ട 4 ഗുരുതര രോഗം ബാധിച്ചവർക്കായിരുന്നു ഇത്തരത്തിലൊരു തുക അനുവദിച്ചിരുന്നത്. മാസം 1200 രൂപ എല്ലാ മാസവും ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു സമാശ്വാസം. അത് 3 വർഷമായി നിലച്ച നിലയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം 3 വർഷമായിട്ട് ഈ സമാശ്വാസം പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് തുക നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1200 രൂപയാണ് ഒരു രോഗിക്ക് നൽകി വന്നിരുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ ഈ സമാശ്വാസം പദ്ധതിക്ക് കീഴിൽ മാസം 1100 രൂപ കിട്ടിക്കൊണ്ടിരുന്ന 2000-ഓളം ആളുകളുണ്ടായിരുന്നു. ഈ 2018 മുതൽ ഈ സമാശ്വാസം പദ്ധതിക്ക് കീഴിൽ അപേക്ഷ നൽകി, അതായത് താങ്കളും അർഹരാണ്, ഈ പദ്ധതിക്ക് ആനുകൂല്യത്തിന് അർഹരാണ് എന്ന രീതിയിൽ അപേക്ഷ നൽകിയ 1000-ഓളം പേരുകളുടെ അപേക്ഷ സ്വീകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതായത് ഏകദേശം 3000-ഓളം ആളുകൾ നിലവിൽ ഈ പദ്ധതിക്ക് കീഴിൽ അർഹരായിട്ടും തുക ലഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കായിരുന്നു ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. 1100 രൂപയാണ്. ഈ കാലത്തിനിടയിൽ 3 വർഷത്തിനിടയിൽ ആകെ ഒരു തവണ മാത്രമാണ് ഈ രോഗികൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യം ലഭിച്ചത്. അത് 2022 ഓണക്കാലത്തായിരുന്നു. 2022 ഓണത്തിന് ഒരു മാസത്തെ തുക മാത്രം, അതും എല്ലാവർക്കും ഒന്നും നൽകിയിരുന്നില്ല. ഈ കുറച്ച് ആളുകൾക്ക് മാത്രമായിരുന്നു ഈ 1100 രൂപ 2022 ഓണത്തിന് നൽകിയിരുന്നത്. അത് വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനെന്ന വണ്ണം ഒരു മാസത്തെ തുക മാത്രം നൽകുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പല ആവർത്തി ഈ രോഗികളൊക്കെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഈ തുക നൽകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓഫീസുകളിൽ നിന്ന് ഇവർക്ക് 6 മാസം കൂടുമ്പോൾ വിളികൾ വരാറുണ്ട്, ഫോൺ കോളുകൾ വരാറുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓഫീസിൽ ഹാജരാക്കേണ്ടതുണ്ട്, ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട കോളുകൾ വരുന്നതല്ലാതെ അത് ഹാജരാക്കിയതിനു ശേഷവും തുക ലഭിക്കാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെ ഇത് നീണ്ടുപോയത് മൂലം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഡോക്ടർമാരാണ് നൽകേണ്ടത്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ചിലപ്പോൾ ചില ഫീസുകളൊക്കെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രോഗികൾ നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ 6 മാസം കൂടുമ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ഡോക്ടർമാർക്ക് ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ ഫീസ് കൊടുത്ത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനു ശേഷവും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും തിരക്കുന്നുണ്ടല്ലോ ഗൂഗിളെ, മറ്റ് പല കാര്യങ്ങൾക്കും പണം ചിലവഴിക്കുമ്പോൾ ഇത്തരം കഷ്ടതകൾ അനുഭവിക്കുന്ന, ജീവിക്കാൻ മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്ത വൃക്കരോഗികൾക്ക് പോലും അനുവദിക്കേണ്ട പണം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എന്തായാലും ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.